ഉമ്മൻചാണ്ടി എന്ന മഹാവിശുദ്ധനായ മുഖ്യമന്ത്രിയെ കള്ളനാക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന ആ നികൃഷ്ടജീവി ആരെയെന്ന് ഒരു നിയമപീഠവും അന്വേഷണ ഏജൻസികളും പരിശോധിക്കാത്തത് ടൈറ്റാനിയം അഴിമതിയിൽ ജുഡീഷ്യറിയെ കൂടി സംശയത്തിന്റെ നിഴലിലേക്ക് കൊണ്ടുവരികയാണ്. സാധ്യമല്ലെന്ന് ലോകായുക്ത വിധിയെഴുതിയ ഒരു പദ്ധതിയെ സാധ്യമാക്കിയ നിയമവഴികളിൽ ജുഡീഷ്യറിയും സർക്കാരിനൊപ്പം ആരോപണത്തിന്റെ പരിധിയിൽ വരികയാണ്. ഒരിക്കൽ അഴിമതിയെന്നാരോപിച്ച് ബഹളം കൂട്ടിയ ഒരു പ്രതിപക്ഷ നേതാവ് പിന്നീട് മുഖ്യമന്ത്രിയായപ്പോൾ അതേ പദ്ധതിക്ക് 100 കോടിയിലധികം തുക അനുവദിച്ച് ആ അഴിമതിയെ വിശുദ്ധമാക്കിയ മഹാന്റെ പേരും സ്മരിക്കാതെ വയ്യ. അതാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദൻ. അപ്പോഴും ഒരു നികൃഷ്ടജീവി മറ്റൊരു മഹാമനുഷ്യനെ കള്ളനെന്ന് പ്രചരിപ്പിച്ച് നാട്ടുകാരെ പറ്റിക്കുകയായിരുന്നു. ആരാണ് ആ യഥാർത്ഥ കള്ളൻ? പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പദ്ധതിയിൽ അഴിമതി ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ എതിർത്ത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി വന്ന ശേഷം ആ പദ്ധതിയെ എതിർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഒരു ശ്രമത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആരാണ് അദ്ദേഹത്തെ വെട്ടിനിർത്തി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള കാരണമായിട്ടുള്ളത്? ഞാൻ മുമ്പ് പറഞ്ഞ VS പ്രതിപക്ഷമായിരുന്നപ്പോൾ 2005 ഓഗസ്റ്റ് 31 ഈ അന്വേഷണം വേണമെന്നുള്ള ആവശ്യപ്പെടുന്നത്. അതിന്റെ പത്രവാർത്തയുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു മെയ് 18. ഞാൻ പരാതി കൊടുക്കുന്നത് ജൂൺ 6. പക്ഷെ അതിനിടയിൽ വേറെ സംഭവം ഉണ്ടായി. വ്യവസായ വകുപ്പ് മന്ത്രിയായ എളമരം കരീം അദ്ദേഹം മന്ത്രിയായി 12 ദിവസം കഴിഞ്ഞപ്പോൾ 2006 മെയ് 30 സെക്രട്ടേറിയറ്റിൽ മീറ്റിംഗ് വിളിച്ചു വിട്ടുകയാണ്. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊണ്ട് ഈ പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം. അത് മുഖ്യമന്ത്രി കസരയിരിക്കുന്ന VS അഴിമതിയാണെന്ന് പറഞ്ഞ പദ്ധതിയാണ്. അഴിമതിയാണെന്ന കാര്യം ടൈറ്റാനിയത്തെ നേതാക്കന്മാരായ ആനത്തറവട്ടത്തിനും കടകംപള്ളിക്കും അറിയാം. അവർ തന്നെ പിന്നീട് ഭരണം മാറിയപ്പോൾ അഴിമതിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കാൻ എളമരം കരീമിന് നിർദ്ദേശം നൽകിയത് ആരാണ്? അത് പാർട്ടി അന്വേഷിക്കേണ്ട ഒരു വിഷയമല്ലേ. മുഖ്യമന്ത്രി കസരയിരിക്കുന്ന VS അഴിമതിയാണെന്ന് പറഞ്ഞ പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് എളമരം കരീം പറയുമ്പോൾ അദ്ദേഹം VSനോട് ചോദിച്ചിരുന്നത്. അത് മന്ത്രിയായ നിശ്ചിത ദിവസത്തിന് ശേഷമാണ്. എളമരം കരീം മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യക്തിയല്ല. അദ്ദേഹം സംസ്ഥാന CITUവിന്റെ സെക്രട്ടറിയും കൂടിയാണ്. അപ്പോൾ ഞാനിതിനകത്ത് കാര്യം എല്ലാ രേഖകളുണ്ട്. ഇദ്ദേഹം ഇത് അന്വേഷിച്ചിരുന്നോ? എന്തടിസ്ഥാനത്തിൽ ആര് നിർദ്ദേശിച്ചിട്ടാണ് എളമരം കരീം ഇങ്ങനെ മീറ്റിംഗ് വിളിച്ചിട്ട്? അത് പാർട്ടി അന്വേഷിക്കേണ്ട എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുന്ന VSന് അറിയാലോ ഇത് അഴിമതിയാണെന്നുള്ള കാര്യം. അപ്പൊ ഞാൻ പരാതി കൊടുക്കുന്നു, എന്തുകൊണ്ട് നിങ്ങളത് പരിശോധിച്ചില്ല? അത് അപ്പൊ നിങ്ങളെ ഒന്നില്ലെങ്കിൽ ഗവൺമെന്റ് എൻ്റെ അടുത്ത് ബന്ധപ്പെടണം. അപ്പൊ ഓക്കെ, UDFന്റെ കാലത്ത് കരാർ കൊടുത്ത് 3,38,00,000 രൂപ അഡ്വാൻസ് കൊടുത്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? അവർക്ക് എന്നോട് ചോദിക്കാമെന്നല്ലേ, ഞാൻ വഴി പറഞ്ഞു കൊടുക്കുമായിരുന്നല്ലോ. എനിക്ക് നിഷ്പ്രയാസം ഹൈക്കോടതിയിൽ നിന്ന് ഒഴിവാക്കി പോരാൻ സാധിക്കുമായിരുന്നുള്ളതാണ്. കാരണം ഞാൻ കൊടുത്ത വാദങ്ങൾ കൊടുക്കാൻ ഗവൺമെന്റ് കമ്പനിക്ക് പറ്റത്തില്ല. കാരണം അത് അഴിമതിയാണെന്ന് അവരിങ്ങനെ അംഗീകരിക്കുന്നത്. സകലൊരു ഉത്തരം പറയേണ്ടി വരും. അവർ ഈ 3,38,00,000 രൂപ പോകുന്നുണ്ടായിരുന്നുള്ളൂ മാക്സിമം. ബാക്കി പൈസ തടയാൻ കഴിയുന്നു. കാരണം മെഷീനറി വരുന്നത് 2007, ഒരു കൊല്ലം കൊണ്ട് ജൂൺ 2007 മാത്രമാണ് മെഷീനറി റിപ്പോർട്ട് വരുന്നത് എന്നുള്ളത്. ഇവർ ഹൈക്കോടതി അറിയിച്ചിരുന്നെങ്കിൽ അതിന് സൊല്യൂഷൻ ഹൈക്കോടതിയിൽ പറയേണ്ടത്. തീർച്ചയായും ഇത് UDFന്റെ കാലത്ത് കൊടുത്തതാണ്, അഴിമതിയാണ്, ഇത് നടപ്പിലാക്കാൻ പറ്റത്തില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നെങ്കിൽ ഹൈക്കോടതി തീരുമാനിക്കുമായിരുന്നല്ലേ. അത് ചെയ്തില്ല. അപ്പോൾ ഇതുമായിട്ട് പോയി എന്റെ പരാതിയിൽ എൻക്വയറി ഓർഡർ ചെയ്തിരുന്ന അതേ ദിവസം തന്നെ എളമരം കരീം കല്ലിട്ടു. അതിനുശേഷം 2008 ഡ്രോപ്പ് ചെയ്തു. 2009 ഹൈക്കോടതിയിൽ വരുമ്പോൾ ഞാൻ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2008 ഒരു ഈ എക്സ്പേർട്ട് കമ്മിറ്റി റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്യണം. എന്നിട്ട് എനിക്കത് മനസ്സിലായത്. അപ്പം 2008 ലാസ്റ്റ് ഡിസംബറിൽ ഇത് വരുന്നത്. അപ്പം ബസന്തിന്റെ ബെഞ്ചിലാണ് വരുന്നത്, ജസ്റ്റിസ് ബസന്തിന്. അദ്ദേഹത്തിന് ഇത് മനസ്സിലായി ഇത് കുഴപ്പമാണെന്നുള്ളത്. ഞാനത് വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ 3-4 തവണ ഇത് കൊടുത്തിരിക്കില്ല, എൻ്റെ വാദങ്ങളൊന്നും കോടതി രേഖപ്പെടുന്നില്ല, അതുകൊണ്ട് ഇത്തവണ വാക്കാതെ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം 6 മാസം കൂടെ എക്സ്റ്റൻഷൻ കൊടുത്തു ജസ്റ്റിസ് ബസന്ത് ലാസ്റ്റ് എന്ന രീതിയിൽ. കാരണം ഇവർ വെറുതെ നുണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രോജക്ട് ഡ്രോപ്പ് ചെയ്തു അസറ്റ് റിക്കവറി പ്ലാൻ. 2009 ജൂലൈയിൽ വീണ്ടും വരുവാണ്. അവിടെ ഒരു കൊല്ലം കൂടെ സമയം വേണമെന്ന് പറഞ്ഞു. 2010 വരെ സമയം വേണമെന്ന് പറഞ്ഞു. 2009 ഇത് വന്നപ്പോൾ ഞാൻ എൻ്റെ വക്കീലിനോട് പറഞ്ഞു, ഞാൻ കൊടുക്കുന്നതൊന്നും കോടതി രേഖപ്പെടുന്നില്ല, ഞാൻ നേരിട്ട് വരാൻ തയ്യാറാണ്, കോടതിയുടെ അനുവാദം ചോദിക്കാൻ പറഞ്ഞു. കോർട്ട് അലോ ചെയ്തു. 2009 ഓഗസ്റ്റ് 28 ഞാൻ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി. ഞാൻ പറഞ്ഞു, ജസ്റ്റിസ് ബസന്തനായതുകൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ വാദങ്ങളെല്ലാം പറഞ്ഞു, ഇതാണ് ഉണ്ടായ സംഭവം.
ഒരു അഴിമതിക്ക് വേണ്ടി ഒരു പൊതു താല്പര്യ ഹർജി ഉപയോഗിക്കുകയാണ് ഉണ്ടായത്. അപ്പം പാലാരിവട്ടത്ത് താമസിക്കുന്ന ഒരാൾ ഒരു കള്ള പൊതു താല്പര്യ ഹർജി കൊടുക്കുമ്പോൾ അവിടെ കടലൊന്നുമില്ലല്ലോ. ഇയാൾക്ക് എന്താണ് ഈ കേസ് താല്പര്യം ചോദിക്കാൻ ബുദ്ധിയില്ലാത്ത ജഡ്ജിമാരാണ് ഹൈക്കോടതി ഇരിക്കുന്നത്. അല്ല, ഇറ്റ് ഇസ് എ പ്ലാന്റ് മൂവ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് അഴിമതിക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പൊതുപ്പണം കൊള്ളയടിക്കാനും അദ്ദേഹം എന്റെ വാദങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തി തന്നു. 7 സ്ഥലത്ത് സെബാസ്റ്റ്യൻ ജോർജ് എന്ന പേര് സാറിന് കോടതി രൂപത്തിൽ അങ്ങനെ വരത്തില്ല, പെറ്റീഷൻ ഉണ്ടാവും, ഇല്ല റെസ്പോണ്ടന്റ് ഉണ്ടാവും, രേഖപ്പെടുത്തി തന്നു. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ ഒന്നാം ഉത്തരവാണ് ഉണ്ടാക്കിയത്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച ഒരു പ്രധാന പോയിന്റ് ഉണ്ടായിരുന്നു. ഈ കേസ് ലോയത്തിന്റെ വിധി സ്റ്റേ ചെയ്തു, പിന്നീട് പല ഹിയറിംഗ് നടന്നിങ്ങനെ ഓരോ സ്ഥലത്ത് പോലും ഈ ലോയത്തിന്റെ വിധിയെക്കുറിച്ച് ഒരു പരാമർശമില്ല. ഞാൻ പറഞ്ഞു എനിക്കറിയണം, ഞാൻ സ്റ്റേ മേടിച്ച നടപടി ശരിയോ തെറ്റോ, നിങ്ങൾ ഹൈക്കോടതി പറയണം. അത് ഇല്ല, എന്റെ വാദങ്ങൾ തെറ്റാണെങ്കിൽ ഹൈക്കോടതി പറയണം വൈ ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്. ഇല്ലേ, നിങ്ങൾ കോടതി പറയണ്ടേ? അത് കോടതി പറയുന്നില്ല, ഒരു ഉത്തരവും ഇല്ല. എന്ത് കാരണം കൊണ്ടാണ് ലോകായുക്തന്റെ വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തത്? കോടതിക്ക് വേറെയുള്ള സൊല്യൂഷൻ പോലും ഉണ്ടായിരുന്നു, ഒന്നുമില്ല. പിന്നെ എന്തിനു സ്റ്റേ ചെയ്തു? അട്ടിമറിക്കപ്പെട്ടു. അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, പഴയതൊന്നും എൻ്റെ അടുത്ത് ചോദിക്കണ്ട, ഞാൻ ഇപ്പൊ എൻ്റെ അടുത്തുള്ള ഒരു കൊല്ലം എക്സ്റ്റൻഷൻ കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം വാക്കാൽ എഗ്രി ചെയ്ത് അന്ന് അനുവാദം കൊടുത്ത നടപടി തെറ്റായിരുന്നു എന്ന് പറഞ്ഞു. സമ്മൺ ഷുഡ് ചലഞ്ച് ജസ്റ്റിസ് വസന്ത പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആരാണ് ചലഞ്ച് ചെയ്യേണ്ടത്? ഞാൻ ജോലിയും കഴിഞ്ഞ് പുറത്തു പോരേണ്ടത്, സുപ്രീം കോടതിയിൽ പോയി കേസ് നടത്താൻ എൻ്റെ ഈ പൈസ ഇല്ലായിരുന്നു പറഞ്ഞു. ഇത് എന്റെ വ്യക്തിപരമായ ഒരു കേസല്ല, ഇത് കമ്പനിയുടെ നിലനിൽപ്പിനെ ബാധിക്കും. പക്ഷെ ചോദ്യം ചെയ്യേണ്ട ആരാണ്? ഓഫീസേഴ്സ് അസോസിയേഷനും ട്രേഡ് യൂണിയൻസും അല്ലേ? തീർച്ചയായും ഇവരാരും അനങ്ങിയില്ല എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന് ഉത്തരവുണ്ട്, ഞാൻ മാത്രമാണ് അതിനെ ഒപ്പോസ് ചെയ്യാനുള്ളത്. അങ്ങനെ കോടതി ആ കേസ് ടെർമിനേറ്റ് ചെയ്തു, ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഇതാണ് ജൂലൈ 1/7/2010. നിങ്ങൾ 2003 എന്ത് പദ്ധതി അവിടെ പറഞ്ഞോ അതവിടെ കണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ആർക്കെന്ത് നടപടി സ്വീകരിക്കാന്നാണ് ഒന്നാമത്തെ ഉത്തരവ്. ഇങ്ങോട്ട് ഇനി കേസ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ കേസ് അങ്ങനെ ക്ലോസ് ചെയ്ത്. ഈ 2009 ജസ്റ്റിസ് വസന്ത് നൽകിയ ആ വിധി ചർച്ച ചെയ്യാൻ 2010 ജനുവരിയിൽ എളമരങ്കരി സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് വിളിക്കുകയാണ്. ചീഫ് സെക്രട്ടറിയും ഇൻഡസ്ട്രി സെക്രട്ടറിയും കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പൊ ഇത് ടെർമിനേറ്റ് ചെയ്ത് കേസ് ഇത്. അപ്പൊ ഇനി എന്ത് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇവര് ആഫ്രിക്ക ഒരു പ്ലാന്റ് ഡ്രോപ്പ് ചെയ്ത് ഓപ്പറാസ് റിക്കവറി ന്യൂട്രലൈസേഷൻ കൂടെ കുറെ എംബോയിലൂടെ അത് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ ആ വിധിയിൽ ഞാൻ പറഞ്ഞല്ലോ, എന്റെ സ്ഥലത്ത് സെബാസ്റ്റ്യൻ ജോർജ് എന്ന പേര് 7 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ വിധിയാണ് ചർച്ച ചെയ്യുന്നത്, മനസ്സിലാക്കണം. ഇതെല്ലാം കഴിഞ്ഞ് 2014 ഉമ്മൻചാണ്ടിക്കെതിരെ രാജി ആവശ്യപ്പെട്ട് ബിസിനസ് കോടതി ഒന്ന് ചർച്ച ഉണ്ടായിരുന്നപ്പോൾ ഒരു TV ചാനലിന് ഒരു സ്ഥലത്ത് എളമരങ്കരിയുമുണ്ട്. അപ്പൊ അദ്ദേഹം പറയും, ആരാണ് ഈ സെബാസ്റ്റ്യൻ ജോർജ്? ഞാൻ അങ്ങനെ ആളെ കുറിച്ച് കേട്ടിട്ടില്ല എന്ന്. ഏത് ഞാൻ ഈ ഹൈക്കോടതി വിധി ചർച്ച ചെയ്തതാണെന്ന് മനസ്സിലാക്കണം. അപ്പം ഒരിക്കൽ പോലും ഇവർ അന്വേഷിച്ചിട്ടില്ല എന്താണ് സെബാസ്റ്റ്യൻ ജോർജ് പറഞ്ഞിരിക്കുന്നത്. ഇവരെ നടത്തിയ ഒരു കള്ളത്തരാണെന്നുള്ളത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, 59 കോടി രൂപ കൊടുത്തിരിക്കുന്ന VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. അപ്പൊ ഇവര് ഭരണം മാറിക്കഴിഞ്ഞ് 2011 അതിൻ്റെ ഇടയ്ക്ക് വേറെ ഇതുകൊണ്ടായി 1/3/2011 ഒരു ജിയോ ഇറക്കിയിട്ടുണ്ട്. അത് അതിലും വിചിത്രമാണ്. ഈ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചിട്ടില്ല, ഞാൻ പറഞ്ഞ ഡ്യൂട്ടി സേവ് എന്ന് പറഞ്ഞല്ലോ. പ്രോജക്ട് ഡ്രോപ്പ് ആയി പോയതുകൊണ്ട് ഇവർക്ക് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. സോ ദേ ആർ ബൗണ്ട് ടു ഗീവ് കസ്റ്റംസ് ഡ്യൂട്ടി, ഇൻട്രസ്റ്റ് ആൻഡ് എക്സ്പോർട്ട് ഒബ്ലിഗേഷൻ പോയി. അപ്പൊ അതിന് അവർ 35 കോടി രൂപ ഫൈൻ അടിച്ചു. ഇപ്പൊ ഞാൻ ഈ കസ്റ്റംസിന് RT ലെറ്റർ അയച്ചപ്പോൾ അവർ നോട്ടീസ് കൊടുത്ത് ഡ്യൂട്ടി അടയ്ക്കാൻ പറഞ്ഞു. അപ്പൊ അതിനോട് 31 ലക്ഷം രൂപ ഡ്യൂട്ടി സേവ് ചെയ്ത്, അത് വിത്ത് 15% ഇൻട്രസ്റ്റ് ഡ്യൂട്ടി കെട്ടാൻ പറഞ്ഞു. ഇവർ കള്ളത്തിൽ എഴുതി കൊടുത്ത് അത് കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് ഇമ്പോർട്ട് പൂർത്തിയായിട്ടില്ല, എക്സ്റ്റൻഷൻ കൊടുക്കണം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്. യഥാർത്ഥത്തിൽ പദ്ധതി ഡ്രോപ്പ് ചെയ്തുകൊണ്ട് കോടതി എഴുതി കൊടുത്ത രേഖ എൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. ഞാനിതെല്ലാം കസ്റ്റംസിന് കൊടുത്തത്. ഇത് മുഴുവൻ കള്ളത്തിലാണ്. ഇതിപ്പോൾ വെരി എസെൻഷ്യൽ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ടൈറ്റൻ ടാക്സ് എന്ന് പറഞ്ഞ് ഡ്യൂട്ടി കൺസെഷൻ മേടിച്ച സാധനം മെഷീനറി ഇമ്പോർട്ടേഷൻ കോടതി കൊടുത്തതുണ്ട്. ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. അതാണ് വെരി എസെൻഷ്യൽ പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്ത സാധനമാണെന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം കോൺട്രാഡിക്ടറാണ്, കള്ളത്തരം, സപ്രഷൻ ഓഫ് ഫാക്ട് ആണ്. കസ്റ്റംസ് ഫൈൻ അടിക്കാൻ പറഞ്ഞു, അവരടിച്ചില്ല. അവര് നടത്തി കൂടാതെ അത് ഞാൻ പുറകെ പറയാം. ഇതിങ്ങനെ വന്ന് 1/3/2015 ജിയോ ഇറക്കുകയാണ്. ഈ കസ്റ്റംസ് ഡ്യൂട്ടിയും പലിശയും ഫൈനും ഖജനാവിൽ നിന്നും കൊടുക്കാമെന്ന്. ഇതെന്താണ് ഇത്? അഴിമതിയുടെ ബാധ്യതയാണ് അല്ലേ? തീർച്ചയായും അത് കൊടുക്കാൻ എങ്ങനെ ഖജനാവിൽ നിന്നും കൊടുക്കാൻ പറയും ജിയോ ഇറക്കിയത്? ഇടത് സർക്കാരിന്റെ കാലത്താണ് ഇറക്കിയെന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങൾ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കല്ല വേണ്ടത്. ഇപ്പൊ VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒരു FIR പോലും കോടതി കൊടുത്തിട്ടില്ല. ഉമ്മൻചാണ്ടി ചോദ്യം ചെയ്തിട്ടില്ല. CPMന്റെ ഒരു നേതാവ് പോലും ഉമ്മൻചാണ്ടിക്കെതിരെ വിജിലൻസ് മുമ്പാകെ മൊഴി കൊടുത്തിട്ടില്ല. എളമരങ്കരിയും ഹാജരാകുന്നത് തന്നെ പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. എളമരങ്കരിയും വിജിലൻസ് മുമ്പാകെ കൊടുത്ത മൊഴിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു പരാമർശം പോലും ഇല്ല. 2 മൊഴി കൊടുത്ത് 2 എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. ഒരു പരാമർശം പോലും. ഇതേ ആൾക്കാരാണ്
ഭരണം മാറി ഇത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം അടുത്ത 11 കഴിഞ്ഞ അടുത്ത ഇലക്ഷൻ വരെയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത UDF ഭരണം പിടിക്കാൻ അത് തടയാൻ വേണ്ടിയാണ് ഇവർ രാമേന്ദ്രൻ മാഷ് മാർച്ച് 2011 പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം വിളിക്കുന്നു. ചെന്നിത്തല ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണ് ഒരു ഇതുണ്ടാകുന്നത്. ആ ഇലക്ഷൻ തൊട്ട് മുമ്പാണ്. 2011 ഏപ്രിലിൽ ഒരു CIT നേതാവ് വിജിലൻസ് കോടതിയിൽ കേസ് കൊടുക്കുന്നു ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കെതിരെ, വേറെ ചിലർക്കെതിരെ അന്വേഷണം വേണമെന്നും പറഞ്ഞു. കോടതി പറഞ്ഞു ഓൾറെഡി സെബാസ്റ്റ്യൻ ജോർജിന്റെ പരാതിയിലും വേറെ ഉള്ള പരാതിയിലും എൻക്വയറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു എൻക്വയറി ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എവിഡൻസ് വല്ലതും ഉണ്ടെങ്കിൽ വിജിലൻസ് മുമ്പ് കൊടുത്തോളാൻ പറഞ്ഞു. ഇതാണ് ഉണ്ടായ സംഭവം. പക്ഷേ അവിടെയുള്ള തിരുവനന്തപുരത്തെ ചാനലുകാരും ഈ CPM നേതാക്കന്മാരാണ് ചേർന്ന് വാർത്ത സൃഷ്ടിച്ചു. ടൈറ്റാനിയം വഴി എന്ന് പറഞ്ഞ അഴിമതി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കെതിരെയാണ് ഇതിന്റെ അന്വേഷണം. ഇതായി വാർത്ത വന്ന് ഞാൻ യഥാർത്ഥത്തിൽ ആർക്കെങ്കിലും എതിരല്ല എന്റെ പരാതി. ഇവർ അവിടുന്ന് വാർത്ത കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ജനങ്ങൾ മുഴുവൻ വിചാരിക്കുന്നത് എന്താണ്, ടൈറ്റാനിയം അഴിമതി എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും കൂടെ ചേർന്ന് നടത്തിയ അഴിമതി, ഇതാണ് അന്വേഷണം എന്നാണ്. യഥാർത്ഥത്തിൽ അതിലും 5 വർഷം മുമ്പ് എന്റെ പരാതിയിലാണ് എൻക്വയറി ഓർഡർ ചെയ്തിരിക്കുന്നത്. ഞാൻ കഥയിൽ നിന്നും പുറത്തു പോയി എന്നുള്ളതാണ്. തുടക്കക്കാരൻ കഥയിൽ നിന്ന് പാടെ പുറത്തു പോയി ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം കൊണ്ടത്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ്, VS മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് 59 കോടി കൊടുത്തിരിക്കുന്നത്. ഓക്കെ. പക്ഷെ ആരോപണം എന്താണ്, ഉമ്മൻചാണ്ടി 250 കോടി ഒഴുങ്ങി എന്നും പറഞ്ഞ് കഥകളായി. ആ 11 ഇലക്ഷന് വൻ പ്രചാരം, ടൈറ്റാനത്തിന്റെ കോടികൾ ഒഴുങ്ങിയ ഉമ്മൻചാണ്ടി ഉപ്പ് ഇന്നും മാങ്ങാണ്ടി ഇന്നും പറഞ്ഞ് കേരളം മുഴുവൻ പ്രസംഗിച്ചു ചേർന്ന ആരാണ്, പിണറായി വിജയന്, അച്യുതാനന്ദന്, എളമരം കരീം, ആനത്തലവട്ടം, കടകംപള്ളി, കോടിയേരി, ഈ നേതാക്കന്മാരാണ് പ്രസംഗിച്ചു നടന്നത്. അത് 2011 വീണ്ടും നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് തോമസ് ഐസക്. 2011 ഒക്ടോബർ 25 അടിയന്തര പ്രമേയം ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു മനസ്സിലാക്കണം. ഞാൻ മൈസൂരിലെ TV കണ്ടിരുന്ന് ഞാൻ അന്തം വിട്ടു, ഇത് എന്താണ് നടക്കുന്നത് എന്നുള്ളത്. ഉമ്മൻചാണ്ടി ഒഴുങ്ങിയെന്നും പറഞ്ഞ് അവർ ഉയർത്തിപ്പിടിച്ച എന്താണ്, ഉമ്മൻചാണ്ടി സുപ്രീം കോടതി മോണിറ്ററിംഗ് കമ്മിറ്റി ചെയർമാൻ അയച്ച ഒരു കത്താണ് തെളിവായിട്ട് ഇത് കൊടുക്കുന്നത്. ഈ ഒരു ചാനലുകാരെ എൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല, ഞാൻ യഥാർത്ഥ പരാതിക്കാരന്. ഇവര് വാർത്ത സൃഷ്ടിച്ചു. ഉമ്മൻചാണ്ടി എല്ലാജൊന്നും വെച്ചില്ല. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി തിരുവഞ്ചൂരാണ് ആഭ്യന്തരമന്ത്രി, അദ്ദേഹം മൊഴി കൊടുത്തിട്ടുണ്ട്. 66 പേരുടെ സാക്ഷിമൊഴിയാണ് 13 വരെ മാർച്ചിൽ റിപ്പോർട്ട് കൊടുക്കുക രേഖപ്പെടുത്തി. 66 സാക്ഷിമൊഴി എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. ഉമ്മൻചാണ്ടിയുണ്ട്, ചെന്നിത്തലയുണ്ട്, കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞ്, എളമരം കരീം, ഇതെല്ലാം ഉണ്ട്. 1-2 IAS മൊഴിയുണ്ട്. ഡയറക്ടറുള്ള എല്ലാ IAS ചോദ്യം ചെയ്തിട്ടില്ല. കുറെ പേര് മൊഴിയുണ്ട്. ഈ പലാരിവട്ടംകാരന് മൊഴിയുണ്ട്. അയാളെ നൽകിയ മൊഴിയാണ് ഏറ്റവും വിചിത്രം. ഇയാളവിടെ എന്തോ മെഡിക്കൽ ഷോപ്പ് നടന്ന ഒരാളാണ്. ഇയാൾ ആരാണെന്ന് എനിക്കറിയില്ല. പിന്നീട് ഞാൻ മനസ്സിലാക്കി, കടകംപള്ളി കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിൽ CBI അറസ്റ്റ് ചെയ്ത ആളാണ് ഇയാള്. അന്ന് ഞാൻ എറണാകുളത്തുള്ള പരിചയമുള്ള പത്രപ്രവർത്തകർ വിളിച്ചു ചോദിച്ചു ഇയാൾ ആരെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. എന്തായാലും അവരാണ് എനിക്ക് വിവരം തന്ന് ഇയാളിങ്ങനെ ഒരു മെഡിക്കൽ ഷോപ്പ് നടന്ന പാർട്ടിയാണെന്നുള്ളത്. അപ്പൊ ഇയാളെ കൊടുത്ത മൊഴി വിജിലൻസ് മുമ്പാകെ കൊടുത്തത് ഇയാൾ പൊതുപ്രവർത്തനാണെന്ന് പറഞ്ഞു. കൂടെ ഈ ഒരു കേസേ കൊടുത്തിട്ടുള്ളൂ. കേസ് കൊടുത്തിട്ട് പിന്നെ അതിന് എന്ത് സംഭവിച്ചെന്ന് ഇയാൾ അന്വേഷിച്ചിട്ടില്ല എന്ന്. ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വിധി വന്നായിട്ട് അറിയാം. ഇയാൾ മാർച്ചിൽ ഇത് കൊടുക്കുന്ന, ഒക്ടോബറിലാണ് വിധി വന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ വേറെ ആരാണ്, ഞാൻ ബിസിനസ്സോട് പറഞ്ഞു ചോദ്യം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവര് എൻ്റെ അടുത്ത് സൂചിപ്പിച്ചു, സാറേ അയാളുടെ പുറകിൽ 9 പാർട്ടീസ് ഉള്ളത്, കൂടുതൽ മുമ്പോട്ട് പോകാൻ അവർക്ക് പറ്റത്തില്ല. എൻ്റെ കൂടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അയാളാരാണെന്ന് കണ്ടെത്താൻ പറ്റിയുള്ള ഒരു ഡോക്ടർ സിറാജ് എന്ന് പറഞ്ഞ കോളം ബീച്ചിൽ എവിടെയുണ്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ വലിയൊരു ലോബി ഉണ്ടെന്നുള്ളതാണ്. ആ യഥാർത്ഥ ലോബി പുറത്തു കൊണ്ടുവരാൻ ബിസിനസ് സാധിച്ചിട്ടില്ല. ഉന്നതന്മാരെ പലരും ചോദ്യം ചെയ്യേണ്ടവർ ചോദ്യം ചെയ്തിട്ടില്ല. പെറ്റീഷൻ കൊടുത്തയാള് പിന്നീട് ആ ഒരു കേസിനെ പറ്റി ഒരു കാര്യം അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതല്ലേ അതിന്റെ ഒരു. അതെ. അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് പറ്റും, അയാൾ ഒരു കേസ് എഴുതി കൊടുത്തിട്ടുള്ളൂ, അത് എന്താണെന്ന് അയാളെ അന്വേഷിച്ചില്ല. അപ്പൊ പിന്നെ ഇയാളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചാര്. ഓക്കെ. ഇതിന്റെ പിന്നിലെ ലോബിയെ അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു അയാളെ വക്കീലിനെ ചോദ്യം ചെയ്യാൻ പറഞ്ഞു. അത് പെറ്റീഷണറെ നമുക്ക് കണ്ടെത്താനും സാധിച്ചിട്ടില്ല. ആ കൂടെ ഉണ്ടായിരുന്ന പെറ്റീഷണറെ വിജിലൻസിന് കണ്ടെത്താനും സാധിച്ചിട്ടില്ല. ഓക്കെ. വിജിലൻസ് ഉണ്ടായതാണ്. അപ്പം ഈ വിജിലൻസ് അത്രയും അന്വേഷിച്ചില്ല. അപ്പൊ അവര് പറഞ്ഞു മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, അയാളെ വക്കീലിനെ ചോദ്യം ചെയ്യാൻ പറഞ്ഞു. ഈ പൊതു താല്പര്യം അറിയിച്ച് ഞാനൊരു പൊതു താല്പര്യം അറിഞ്ഞു കൊടുക്കുമ്പോൾ ഒന്നുമില്ല എന്റെ ഇൻട്രസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇൻട്രസ്റ്റ് അല്ലേ. ഞാൻ കേസ് കൊടുത്ത് എന്റെ ഇൻട്രസ്റ്റ് കൊടുത്താണെങ്കിൽ ഞാൻ അന്വേഷിക്കില്ല എന്ത് നടന്നുകൊണ്ട്. തീർച്ചയായും. അപ്പൊ ഉണ്ടായ സംഭവം എന്താ പറഞ്ഞാൽ, ഞാൻ ചീഫ് ജസ്റ്റിസ് ജയൽ ഗുപ്തയ്ക്ക് നേരിട്ടൊരു കത്തയച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ അതിനകത്ത് കൊടുത്തു, എനിക്ക് വേറെ മാർഗമില്ല, ഇത് അവയവമാണെങ്കിൽ പൊറുക്കണം, ഇതും പറഞ്ഞാൽ കൊടുത്ത. പക്ഷെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഇത് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഈ പരാതിയിൽ നിന്ന് ഇവര് പിന്നീട് കോടതിയിൽ ഹാജരായില്ല. ഈ പാലാരിവട്ടംകാരൻ കൊടുത്ത ആ വക്കീല് ഹാജരായില്ല. പിന്നോട് അയാൾ മുങ്ങിക്കളഞ്ഞു. അത് കഴിഞ്ഞ് പോയി സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്നത് 2007 അയാൾ ഹൈക്കോടതി ജഡ്ജിയായിട്ട് വരുന്നത്. 2 കൊല്ലം കഴിഞ്ഞാണ് രാജിവെച്ചു. ഇതാണ് ഉണ്ടായ സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞു അയാളെ ചോദ്യം ചെയ്യും, അയാൾക്കറിയാമല്ലോ ഇത്. അതെ. കാരണം
കേസ് പ്രതിയാകുന്ന ഒരാൾക്ക് വേണ്ടി ഒരു വക്കീൽ കോടതിയിൽ ഹാജരാകുന്ന തൊഴിലിന്റെ ഭാഗം. എൻ്റെ അപ്പനൊരു വക്കീലായിരുന്നു, അല്ലെ? ഇറ്റ്സ് എ പ്രൊഫഷൻ. പക്ഷെ അഴിമതിക്ക് വേണ്ടി കള്ളപ്പൊതു താല്പര്യം ഇറക്കി കൊടുക്കുന്ന തൊഴിലിന്റെ ഭാഗമല്ല. റൈറ്റ്? അങ്ങനെയുള്ള ഒരു വക്കീൽ ജഡ്ജി ആയാൽ എന്തായിരിക്കും ജുഡീഷ്യറി നിലവാരം? തീർച്ചയായും. അപ്പൊ ഞാനൊരു പൊതു താല്പര്യം ഇറക്കിയിട്ടും വക്കീൽ കേസ് പഠിക്കണ്ടേ? എന്തുദ്ദേശത്തിലാണ് എന്റെ പൊതു താല്പര്യം എന്താണ് ആ വിഷയത്തില്? അപ്പൊ ഇതാണ് ഉണ്ടായിരിക്കുന്ന സംഭവം. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്. ഒന്ന്, അതാരാണെന്നുള്ള ഇന്നേവരെ ഇവിടുത്തെ ചാനലുകാരൊന്നും ഈ ഒരു വിഷയം എടുത്തിട്ടില്ല. ഈ പൊതു താല്പര്യ ഹർജിയാണ്. അപ്പൊ അഴിമതിക്ക് ഇടയാക്കിയ സംഭവം ആ ലോക്കൗട്ടാണ് നാട്ടുകാരെ സമരം ചെയ്തത്. പക്ഷെ പിന്നീട് ഇത് അട്ടിമറിക്കപ്പെട്ട് അത് വേറെ ഘടകം. ഇത് ആക്ടിവേറ്റ് ചെയ്തത് എന്താണ്? ഈ പൊതു താല്പര്യ ഹർജിയാണ്. ഓക്കെ. ഈ ഇതില് എന്താണെന്നുള്ള ആരാണ് ഹൈക്കോടതി ഇപ്പൊ അട്ടിമറിക്കാൻ ടൈറ്റൻ MDക്ക് നിർദ്ദേശം കൊടുത്ത CPM-ലെ ഉന്നതനാര്? അത് CBI കണ്ടെത്തിയേ പറ്റുള്ളൂ. തീർച്ചയായും. അത് ഇല്ലാതെ വിടത്തില്ല. ഇയാളുടെ പിന്നിൽ ആരാണ്? അത് രണ്ടും കണ്ടെത്തിയേ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ എനിക്ക് ഒരാളെ CBI വന്നിട്ടില്ല കേട്ടോ. ഞാൻ പറയും, ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ച് മുഴുവൻ CPM നേതാക്കന്മാരെയും CBI ചോദ്യം ചെയ്തേ പറ്റുള്ളൂ. അവരുടെ പക്കൽ എന്ത് തെളിവുണ്ടോ അത് കൊടുക്കട്ടെ, അല്ലേ? അതെ. കൊടുക്കാതെ അവരാരും ഹാജരാകുന്നില്ല, കൊടുക്കുന്നില്ല, ഇവരെ ചോദ്യം ചെയ്യുന്നില്ല. ഒരു റിപ്പോർട്ട് CBI കൊടുക്കുമ്പോൾ അവർ പറയും എന്താണ്, കോൺഗ്രസും BJP കൊണ്ട് ഒത്തുകളിച്ച് ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തു എന്നല്ലേ? അതെ. അതുകൊണ്ട് മുഴുവൻ തെളിവുകൾ കാര്യങ്ങളൊന്നും ഇവർ സബ്മിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ആരോപണം മാത്രമല്ല. അപ്പൊ ഉമ്മൻചാണ്ടി ഒന്നാം പ്രതിയാവേണ്ട ആളാണെന്ന് പറഞ്ഞ ആരാണ്? ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്നു പിണറായി വിജയനാണ്. ഓക്കെ. പിണറായി വിജയൻ 2016, അധികം പുറകെ പറയാം, 2016 ജൂൺ 6 പിണറായി വിജയന് ഞാൻ പരാതി കൊടുക്കുകയാണ്. ഞാൻ കൊടുത്ത പരാതി എന്താണ്? ഈ അഴിമതി ഘടനയിൽ കുറ്റകരമായ അനാസ്ഥയാണ് VS-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്, അല്ലേ? അദ്ദേഹം പ്രതിപക്ഷ നേതാവ് അഴിമതി പറയും. ഞാൻ പരാതി കൊടുത്ത് എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തില്ല? അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ മെഷീനറി 59 കോടി രൂപ എടുത്തത്. വിൽഫുൾ നെഗ്ലിജൻസ്. അറിഞ്ഞുകൂടാരും നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അധികാരമുള്ള ആൾ തടയുന്നില്ലെങ്കിൽ അത് വിൽഫുൾ നെഗ്ലിജൻസ് ആണ്. അഴിമതി നിങ്ങൾ കൈക്കൂലി മേടിക്കുന്ന ഒരു ഘടകം, നിങ്ങൾ അധികാര ദുർവിനിയോഗം നടത്തി നഷ്ടം ഉണ്ടാക്കി വെക്കുന്നു, വേറെ ആൾക്ക് നേട്ടം ഉണ്ടാക്കുന്നു. നിങ്ങളുടെ വിൽഫുൾ നെഗ്ലിജൻസ്, അത് അധികാരമുള്ളവർക്ക് വരുന്ന കേസ്. അതാണ് അഴിമതി നിയമത്തിൽ വരുന്നത്. വിൽഫുൾ അബ്യൂസ് ഓഫ് പവർ, വിൽഫുൾ നെഗ്ലിജൻസ്, ക്രിമിനൽ മിസ്കോണ്ടാക്ട് ഇതെന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ട് തടഞ്ഞില്ല? അത് വിൽഫുൾ നെഗ്ലിജൻസ് ആണ്. VS-നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സാങ്ഷൻ തരാൻ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ VS-നെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് തയ്യാറായില്ല. അപ്പൊ അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ, അപ്പോൾ ഞാൻ പ്രോസിക്യൂഷൻ സാങ്ഷൻ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തണം. അപ്പൊ ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്നുള്ള VS-ൽ നിന്ന് അറിയണമെങ്കിൽ അതേ മാർഗമുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ കൊടുത്തത്. അതിന്റെ കൂടെ ഞാൻ മറ്റൊരു കാര്യം കൂടെ ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടിക്ക് അഴിമതി പങ്കുള്ള തെളിവുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ പറഞ്ഞു. നിങ്ങൾ ഈ രാജിവെക്കണം, നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങളുടെ മക്കളിൽ നിന്ന് ഞാനല്ല ആരോപണം ഉന്നയിച്ച് CPM നേതാക്കന്മാരാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ പറഞ്ഞു കൊടുത്തു. 6 മാസം കഴിഞ്ഞ് ഞാൻ വിറാസ് നേപ്രാൻ കത്തയച്ച് എന്ത് നടന്നു? ആ ഫയൽ സെക്രട്ടറിയേറ്റിന് അപ്രത്യക്ഷമായി. അപ്പൊ ഇതാണ് ഉമ്മൻചാണ്ടിയെ ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വസ്തുത എന്ന് മനസ്സിലാക്കണം. ഈ ഇതില് ഉമ്മൻചാണ്ടിക്ക് ഞാൻ 2019 സ്പീക്കർ ശ്രീരാമകൃഷ്ണ കത്ത് കൊടുത്ത് നിയമസഭ വീണ്ടും ചർച്ച ചെയ്യാൻ പറഞ്ഞു ടൈറ്റാനിയം അഴിമതി. ഞാൻ വരാൻ തയ്യാറാണ്. 140 MLA-മാരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയും. പക്ഷെ എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ നേതാക്കന്മാരും മറുപടി വരണം. ഓക്കെ. കാരണം നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ജനങ്ങളെ ഈ കോടികളുടെ അഴിമതി നടത്തിയ ശേഷം പരസ്പരം ആരോപണം ഉന്നയിച്ച് ജനങ്ങളെ ഒഡികളാക്കുന്ന ഒരു കോമാളികളുടെ സംഘടന ഇതായിട്ട് നിയമസഭ മാറാൻ പാടില്ല. ജനങ്ങൾ സത്യം എന്താ പറയുന്നത്? നിങ്ങൾ കാണിക്കുന്നത് എന്താണ്? ഇത് യഥാർത്ഥ വസ്തു എവിടെയാണ് ജനങ്ങൾക്ക് അറിയാവുന്നു. അത് ചർച്ച ചെയ്ത് പറഞ്ഞ് ഒരു നടപടി ഉണ്ടായില്ല. വീണ്ടും സംസ്കൃതയും കൊടുത്തിട്ടുണ്ടായിരുന്ന ഇമെയിൽ ആക്ഷൻ ഒന്നുമില്ല. ഇതാണ് അച്യുതാനന്ദ സർക്കാരിന്റെ കാലത്തുണ്ടായ സംഭവങ്ങൾ. ഇതാണ് എക്സ്പേർട്ട് കമ്മിറ്റി വരുന്നു, അത് ഡ്രോപ്പ് ചെയ്ത് 2010 ഏപ്രിൽ 8 എളമ്പരംകാരിയും വീണ്ടും കല്ലിട്ടു ന്യൂട്രലൈസേഷൻ പ്ലാൻ. ഞാൻ അന്നും ഹൈക്കോടതി കൊടുത്താണ്, ഇതും പ്രായോഗികമല്ല. ഒരു ഇതും ഉണ്ടായില്ല. പദ്ധതിയായിട്ട് മുമ്പോട്ട് പോയി. അപ്പോൾ ഈ എളമരം കരീമിന്റെ നേതൃത്വത്തിലാണ് VS-നെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തി വെട്ടിനിർത്തി എന്നുള്ളതാണ്. പാർട്ടി അന്വേഷിക്കട്ടെ എന്തുകൊണ്ടെന്നുള്ളത്. തീർച്ചയായും. പിന്നീട് 2011 ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത്തെ സർക്കാർ വന്നു. ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്? വിജിലൻസ് അന്വേഷണം 2006 ഒക്ടോബർ 6 ഉത്തരവിടുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ശേഷം ഞാൻ വീണ്ടും കത്ത് കൊടുത്തിരുന്നത് സ്പീഡപ്പ് ചെയ്യണമെന്നും പറഞ്ഞ്. ഞാൻ വിജിലൻസ് മുമ്പാകെ പലതവണ ഹാജരായി സ്റ്റേറ്റ്മെന്റും ഡോക്യുമെന്റ്സും കൊടുത്തു. ഞാൻ പറഞ്ഞു 2011 ജനുവരിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിനും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗും ഞാനൊരു എൻക്വയറി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. കാരണം ഇവിടുത്തെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ്.
ആ റിപ്പോർട്ട് 2011 മെയ് മാസത്തിൽ കേരള സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്ത് ഫർദർ ആക്ഷന് വേണ്ടിയിട്ട്. പക്ഷെ അതവിടെ സെക്രട്ടറി പൊരുത്തപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ വീണ്ടും എൻ്റെ ഒരു കോപ്പി വിജിലൻസിന് കൊടുത്ത്. അങ്ങനെ വിജിലൻസ് 2013 മാർച്ചിലാണ് ഒരു റിപ്പോർട്ട് കോടതി സബ്മിറ്റ് ചെയ്യുന്നത്. അതുവരെ 66 സാക്ഷിമൊഴികളെല്ലാം ഉണ്ട്. കുറെ പേര് ചോദ്യം ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. ഞാൻ അതിനെ കൗണ്ടർ ഫയൽ ചെയ്തിട്ടുണ്ട്. 3 കൗണ്ടർ ഫയൽ ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിറ്റ്നസ് ഉണ്ട്. 66 സാക്ഷിമൊഴികളുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു ഇതിന്റെ എല്ലാം കൗണ്ടർ ഞാൻ കോടതി കൊടുത്ത് ഞാൻ നേരിട്ടാണ് വിജിലൻസ് കോടതി പോയി കേസ് വാദിക്കുന്നത്. അപ്പോൾ കേസ് മനസ്സിലായി. അപ്പോൾ ഇവര് കേസ് രജിസ്റ്റർ ചെയ്തില്ല. ഓക്കെ, വിജിലൻസ് കൊടുത്ത ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞ് കോടികൾ നഷ്ടമുണ്ടെന്നുള്ള വാദം ശരിയാണ്. സെബാസ്റ്റ്യൻ ജോർജ് കേസ് കൊടുത്ത് കമ്പനിയെ ഒരു വൻനാശത്തിന് രക്ഷിക്കുക എന്നുള്ള നല്ല ഉദ്ദേശത്തോടെയാണ്. അയാളുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. പിന്നെ പക്ഷേ ഇന്റർനാഷണൽ കറപ്ഷൻ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഇത് കൊടുത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തില്ല. കുറ്റക്കാർക്കെതിരെ നടപടി. ആരാണ് കുറ്റക്കാരെന്ന് വിജിലൻസും പറയുന്നില്ല. കുറ്റക്കാർക്കെതിരെ ഇങ്ങനെ ഒരു റിപ്പോർട്ടാണ് അവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ഇറക്കുമതിയിൽ ഇമ്പോർട്ടിൽ ക്രമക്കേട് ഉണ്ടായിട്ടുള്ളതെല്ലാം അവരുടെ ഇതിൻ്റെ അകത്തുണ്ട്. ഞാനത് ചലഞ്ച് ചെയ്തത്. ഇന്റർനാഷണൽ കറപ്ഷന്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? ഈ 951 ഉൽപാദനം ആരംഭിച്ച ഈ കമ്പനിയിൽ നിന്നുള്ള മലിനീകരണം മൂലം ആരെങ്കിലും മരിച്ചു കേട്ടോ അസുഖം വന്നിട്ട് ഒരു രേഖയില്ല. ഇതാണ് പോയിന്റ്. ട്രാവൻകൂർ ടൈറ്റാനിയത്തിലെ മലിനീകരണ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഈ 3 പദ്ധതിയിൽ ആസിഡ് റിക്കവറി, കോപ്പറാസ് റിക്കവറി നടപ്പിലാക്കണമെന്ന് കോടതിയോ പൊല്യൂഷൻ ബോർഡോ കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇതൊന്ന്. അപ്പൊ ഇത് പ്രായമല്ല എന്നൊരു ജീവനക്കാരൻ ചൂണ്ടിക്കാണ്ടപ്പോൾ വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്, വെറുതെ അങ്ങ് പറഞ്ഞതല്ല. അതിന് ആ ഒബ്ജക്ഷന്റെ മെറിറ്റ് എന്തുകൊണ്ട് പരിശോധിച്ചില്ല? അവിടെയല്ലേ ഇന്റർനാഷണൽ കറപ്ഷൻ. നിങ്ങൾക്ക് അഴിമതി ഉദ്ദേശം ഇല്ലെങ്കിൽ നിങ്ങൾ അത് പരിശോധിക്കണമായിരുന്നില്ലേ? തീർച്ചയായും. എത്രയോ ഒബ്ജക്ഷൻ ഞാൻ ഏതെല്ലാം തലത്തിൽ ഈ നിരവധി ഫോറങ്ങളിലാണ് ഞാൻ ഇതിന്റെ എതിർപ്പ് കൊടുക്കുന്നത് മനസ്സിലാക്കണം. ഇത് തടയാനുള്ള നടപടി ആരും എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്ത് വിളിച്ചൊന്ന് ചോദിക്കാനോ ഒരു ചർച്ച നടത്താനോ പോലും ഇന്നേവരാരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ 2001 ജസ്റ്റിസ് ഒരു കെ എ നായർ കമ്മീഷൻ നിയമിച്ചൊരു സംഭവം കൂടെ അതിൻ്റെ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഈ ടൈറ്റാനിയം കമ്പനി പുറത്തേക്ക് കൊടുക്കുന്ന മലിനജലം മൂലം തൊഴിൽ നഷ്ടം സംഭവിക്കുന്ന ആർക്കാണെന്നാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടെത്താൻ വേണ്ടിയാണ് കെ എ നായർ കമ്മീഷനെ നിയമിക്കുന്നത്. 2001 ജൂലൈയിൽ ഞാൻ കമ്മീഷൻ മുമ്പാകെ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അന്ന് ലോകത്തിന് വിധി സ്റ്റേ ചെയ്ത സമയത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പക്ഷേ ഹിയറിംഗിന് പോലെ എനിക്ക് ഭീഷണിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്. അപ്പം ജസ്റ്റിസ് കെ എ നായരെ സഹായിക്കാനായിട്ട് കമ്പനിയിലെ ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നെ കാണണമെന്ന് താല്പര്യം പറഞ്ഞു. തിരുവനന്തപുരം സൈക്കാട് ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം സ്റ്റേ ചെയ്തിരുന്നത്. അവിടെയാണ് ഹിയറിംഗ് നടക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ റൂമിൽ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം ഞാൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു ഇത്രയും കാമ്പുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരെ ആരും തന്നിട്ടില്ല, എന്തുകൊണ്ടാണ് ഹിയറിംഗിന് വരാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറയാം സാറേ എനിക്കിങ്ങനെ ഭീഷണിയാണ്, മാനേജ്മെന്റ് ആണ് എനിക്കെതിരെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഈ സാഹചര്യത്തിൽ ഞാനിങ്ങനെയാണ് വന്ന് ഇങ്ങനെ മൊഴി തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കാര്യമാക്കേണ്ട, എന്തെങ്കിലും നടപടി വന്ന കമ്മീഷനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഹാജരാകാൻ പറഞ്ഞു. ഞാൻ ചോദ്യങ്ങളായിട്ട് കമ്മീഷൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കണ്ടീഷനിലാണ് ഞാൻ കമ്മീഷൻ മുമ്പ് നേരിട്ട് ഹാജരായി ഈ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് പ്രായോഗികമായിട്ടുള്ള പരിഹാരം എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാൻ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി ഒരു ഫിഷിംഗ് കമ്പനി സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാവർക്കും കമ്പനി ജോലി കൊടുക്കാൻ പറ്റത്തില്ല. ഈ ഓപ്ഷൻസ് അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരു സീറോ പൊല്യൂഷൻ പ്ലാന്റ് സ്ഥാപിക്കും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. നമ്മൾ ഒരിടത്ത് ശരിയാണ്, ഇത് പദ്ധതി നടപ്പിലാക്കി കഴിയുമ്പോൾ കമ്പനി അടച്ചുപൂട്ടും, പൊല്യൂഷൻ സീറോ ആയിത്തീരും. തീർച്ചയായും സംഭവിക്കുന്നത് ആ പറഞ്ഞു തന്നെയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ വന്നു, ഉമ്മൻചാണ്ടി സർക്കാരിനകത്ത് വന്നു. ഞാൻ ഈ വിജിലൻസിന്റെ ഇതിനെല്ലാം കൗണ്ടർ ചെയ്തു. ഇതിന്റെ ഇതില് ഞാൻ നേരിട്ടാണ് വാദിക്കുന്നതെല്ലാം. അപ്പൊ അത് കഴിഞ്ഞ് ഒക്ടോബർ 10 വിധി പറയാൻ വെച്ചു. ഹിയറിംഗ് എല്ലാം കഴിഞ്ഞ്, കാരണം റീ എൻക്വയറി ഓർഡർ ചെയ്യുന്നത് ഉറപ്പായിരുന്നു. അപ്പോൾ 1,000 ഒരു സംഭവം. ഞാൻ തലേദിവസം തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ ഒരു ചാനലിന്റെ ഒരാൾ എന്നോട് ചോദിച്ചു, സാറേ നാളെ വിധി വരത്തില്ല. ഞാൻ ഇയാളെങ്ങനെ അറിഞ്ഞു ചോദിച്ചു. അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കോടതിയിൽ ചെല്ലുമ്പോൾ വിജിലൻസ് ജഡ്ജി പറഞ്ഞു അത് സുപ്രീം കോടതിയിൽ എന്തൊരു വിധി വന്നിട്ടുണ്ട്, അതുകൊണ്ട് ക്ലാരിഫിക്കേഷൻ വേണം, വിധി പറയുന്നത് മാറ്റി വെച്ചിരിക്കുന്നു. അപ്പൊ എന്താ സംഭവം എന്ന് എനിക്കും പിടികിട്ടില്ല. ഞാൻ വക്കീലിനോട് ചോദിച്ചത് എന്താണ് സംഭവം. അപ്പോൾ കെ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സുപ്രീം കോടതി ജഡ്ജി ഒരു വിധി കൊടുത്തിരിക്കുന്ന ഈ അഴിമതി കേസിൽ പബ്ലിക് സർവൻസിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ മുൻകൂർ അനുവാദം വേണം നിയമമുണ്ട്. ഇത് പരാതി കൊടുക്കണമെങ്കിൽ സമയത്ത് മുൻകൂർ അനുവാദം വേണമെന്ന് പറഞ്ഞ് ഇതൊരു വിധിയുണ്ട്. ഞാൻ പറഞ്ഞ ഞാൻ പരാതി കൊടുത്ത സാങ്ഷനിങ് അതോറിറ്റി ഗവൺമെന്റ് ആണ് എൻക്വയറി കൊടുക്കുന്നത്. പിന്നെ ആരുടെയാണ് അനുവാദം വേണ്ടത്? അപ്പൊ ഞാൻ ഇത് ഒന്നും മറുപടി വിധി പറയുന്നില്ല, നടക്കില്ല. ഞാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എല്ലാം RT ലെറ്റർ അയച്ചു. ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ആരാണ് കൊടുക്കേണ്ടത് വിജിലൻസ് ജഡ്ജിക്ക്? ഇങ്ങനെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചു വല്ല കത്ത് വന്നു. അവർ പറഞ്ഞില്ല. നിങ്ങൾ വല്ല നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, അതുമില്ല. പിന്നെ എന്ത് കാരണം കൊണ്ടാണ് വിധി പറയാത്തത്?
ഞാൻ നേരെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിന് പരാതി കൊടുത്തു. ബിസിനസ് ജഡ്ജിക്ക് ഒരു നടപടി എടുക്കാൻ വയ്യാല, മൂടിച്ചു വെച്ചിരിക്കാതെ പറഞ്ഞു. ഹൈക്കോടതി വിശദീകരണം ചോദിച്ചു. റിപ്ലൈ കൊടുത്ത് ഇങ്ങനെ ഒരു ഇത് വെച്ചിരുന്നതാണ്, എത്രയും പെട്ടെന്ന് വിധി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിധി പറയുന്നത്. 2014 ഓഗസ്റ്റ് 28 തുടരന്വേഷണത്തിന് കോടതി ഉത്തരവ് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ഈ പരാതി കൊടുത്ത് ഇതുകൊണ്ടാണ് അതിന്റെ അന്വേഷണം കാരണം എന്റെ വാദങ്ങളൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. അവിടെ റീ എൻക്വയറി ഓർഡർ ചെയ്തു. ഇത് ഇവിടെ വിധി പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് ബ്രേക്കിംഗ് ന്യൂസ്, ഉമ്മൻചാണ്ടി 1-ാം പ്രതി എന്നും പറഞ്ഞു കേരളത്തിൽ മുഴുവൻ ചാനൽ അന്തിച്ചർച്ചയും പോവാണ്. കോടതി ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുക്കാന്ന് വെച്ചു. ഞാൻ ബന്ധപ്പെട്ട കാരണം അങ്ങനെ ഒരിക്കലും സംഭവിച്ചില്ല. കാരണം ഉമ്മൻചാണ്ടി അയച്ചു എന്ന് പറഞ്ഞ കത്ത് അഴിമതി തെളിവല്ലാന്ന് ഞാൻ തന്നെയാണ് കോടതി വാദിച്ചത്. അത് കോടതി അംഗീകരിച്ചാണ്. പിന്നെ എന്ത് തെളിവായിരിക്കുന്നത്? യഥാർത്ഥത്തില് ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കുമെതിരെ അന്വേഷണം നടത്തുന്ന കോടതി പറഞ്ഞിട്ടില്ല, ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. ഇവർക്ക് പങ്കുള്ളതായ വിജിലൻസ് സയന്റിഫിക് റിപ്പോർട്ടില്ല. ഇവർക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടില്ല. പക്ഷെ വാർത്തകൾ മുഴുവൻ ഉമ്മൻചാണ്ടി 1-ാം പ്രതി എന്നും പറയും. അപ്പൊ അത് കഴിഞ്ഞ് കോടതി വിധിയിൽ പോലും പ്രതിപാദിക്കാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങളിൽ 1-ാം പ്രതി എന്ന് പറഞ്ഞ് ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുറിസെത്തി എന്നും പറഞ്ഞു. ഓക്കെ. ഇവിടെ നടക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? കേരളത്തിൽ ജനങ്ങളെ മുഴുവൻ പൊട്ടന്മാരാക്കാൻ കുറെ മാധ്യമങ്ങൾ ചേർന്നിട്ടില്ലേ? ഈ പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ ജനങ്ങളെ, ആ പ്രദേശവാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമരങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും പോകുന്നു. മറ്റൊരു വലിയ നഷ്ടത്തിലേക്ക് പോകാൻ പറ്റുന്ന കൊണ്ടുപോകുന്ന ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ പ്രൊജക്ടിനെ എങ്ങനെ വർക്കൗട്ട് ചെയ്യുക, സ്ഥാപനം നശിച്ചാലും കുഴപ്പമില്ല, ആ പ്രൊജക്ട് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിന്നീട് കോടതിയുടെ ഫൈൻഡിങ്സ് വരുന്നു. അത് പുറത്തു വന്നു കഴിയുമ്പോൾ കോടതി പ്രതിപാദിക്കാത്ത കാര്യങ്ങൾ പോലും പൊതുജനത്തിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സ്ഥിതി. കേരളം മുഴുവൻ ഉമ്മൻചാണ്ടിയുടെ രാജ്യം ആവശ്യപ്പെട്ട് സദാക്ര സമരം നടത്തിയിട്ടുള്ളതാണ്. അതെ. ഞാൻ ഈ കോടതി ഉത്തരവ് കൈ കിട്ടാന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് കൈ കിട്ടിയോടെ ഞാൻ കണ്ണൂർ വാർത്താ സമ്മേളനം വിളിച്ചു. ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടി രാജിവെക്കേണ്ട ആവശ്യമില്ല, ഉമ്മൻചാണ്ടിക്കെതിരെ പരാമർശമില്ല, യഥാർത്ഥത്തിൽ എന്താണ് നടന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങള് രാജിയല്ല ആവശ്യപ്പെടേണ്ടത്, അഴിമതിക്ക് ഉത്തരവാദികൾ അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് സമരം നടത്തി, ഞാനും കൂടെ കൂടാന്ന് പറഞ്ഞു. അതോടെ CPM സമരം നടത്തി. പിന്നെ സമരം നടത്തിയിട്ടില്ല. ഞാൻ ഈ വസ്തുത പറഞ്ഞു, 2 മുന്നണിക്കും പങ്കുണ്ട്. അത് ഉമ്മൻചാണ്ടി ആണെന്ന് പറഞ്ഞുള്ള വെറും കെട്ടുകഥയാണ്. ഇതിനകത്ത് ജുഡീഷ്യറിക്ക് പങ്കുണ്ടെന്ന് ഞാൻ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞു. കാരണം ജുഡീഷ്യറി കൂട്ടുനിന്ന് നടത്തിയ തീവട്ടി കൊള്ളയാണ് ടൈറ്റാനിയം അഴിമതി. ഇതിനകത്ത് എന്താണ് നടന്നത്? ലോകത്തിന്റെ രീതി അട്ടിമറിക്കുന്നു. എന്നെ ഹിയർ ചെയ്തിട്ടില്ല. എന്റെ ഒബ്ജക്ഷൻ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഹൈക്കോടതി എന്റെ ഒബ്ജക്ഷൻ രേഖപ്പെടുത്തുന്നത്, ഹൈക്കോടതി അനുവാദം കൊടുക്കുന്നു, 4 ലക്ഷം കൊടുക്കുന്നു. 2003 മുതൽ 2009 വരെ ഈ അഴിമതിക്ക് മേൽനോട്ടം വഹിച്ചവരാണ് ഹൈക്കോടതി. നിങ്ങൾ ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അഴിമതിക്ക് ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്നത്? ഈ നഷ്ടത്തിന് ജുഡീഷ്യൽ ഉത്തരവാദിത്തമുണ്ട്. തീർച്ചയായും കോടതികൾ എന്താണ് ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാനുള്ള സ്ഥാപനങ്ങളാണല്ലേ. അഴിമതി തടയാൻ, പൊതുമുതൽ സംരക്ഷിക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും പരിഹാരം ഉണ്ടാക്കുക. ഇന്ന് കോടതിയിൽ എന്താണ്? ജഡ്ജിമാർക്കും വക്കീലന്മാർക്കും പൈസ ഉണ്ടാകുന്ന സ്ഥാപനങ്ങൾ മാത്രം. ജസ്റ്റിസ് ഹാസ് ബിക്കം ആൻ ഇല്യൂഷൻ ടു കോമൺ മാൻ. എവിടെയാണ് നീതിക്ക് പോകുന്നത്? ഞാൻ ഏത് കോടതിയിലാണ് പോകുന്നത്? ഹൈക്കോടതി ലോ ആയതിൽ കൊടുത്ത വിജിലൻസ് കോടതി ഹൈക്കോടതി അനുവാദം കൊടുത്ത പദ്ധതി ഞാനിത് കൊടുത്ത് ഹൈക്കോടതി സമ്മതിക്കുക. പാലിച്ച പറ്റി എവിടെയാണ് ജുഡീഷ്യൽ റെക്ട് ചെയ്യാൻ സാധിക്കുന്നത്? എനിക്കുണ്ടായ നഷ്ടമായിരുന്നു. ഇവരുടെ ഈ ഇത് കാരണം ഉണ്ടായ നഷ്ടം എനിക്ക് വ്യക്തമായ നഷ്ടം ആധാരം നിർത്തുന്നു. സാമ്പത്തിക നഷ്ടം ഉണ്ടാവുന്നു, തൊഴിൽ നഷ്ടം ഉണ്ടാവുന്നു. ഞാൻ ഈ 25 വർഷം അനുഭവിച്ച് മാനസിക പഠനം, അത് എനിക്കുണ്ടായ വ്യക്തിപരമായ നഷ്ടങ്ങൾ. അതുപോലെ മാനസിക പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരിക്കലും വിലമതിക്കാൻ പറ്റുന്നതല്ലല്ലോ. എന്താണ് ഞാൻ ഇന്നും അറിയപ്പെടുന്ന എങ്ങനെയാണ്? കമ്പനിയുടെ വികസനം അട്ടിമറിക്കാൻ സംബന്ധിച്ച് വിവരദോഷി, സാമൂഹിക ദ്രോഹിയായിട്ട് ഇന്നും അറിയപ്പെടുന്നു. കാരണം കമ്പനിയുടെ ജീവനക്കാരനും കരുതുന്നു ഞാൻ ഈ കൊടുത്ത കേസ് ശരിയാണെന്ന് ആരും വേറെ പറയുന്നില്ല, ഒരു ഉത്തരവും വരുന്നില്ല. ശരിക്കും ലോകായുക്ത അന്ന് വിധി റദ്ദ് ചെയ്തതോടുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടേനെ. തീർച്ചയായിട്ടും. കാരണം ഏതാനും ലക്ഷം മുടക്കി പരിഹരിക്കാൻ കഴിയുന്ന നിസ്സാര പ്രശ്നമാണ്. ഇത് ചെറിയൊരു ബ്ലാസ്റ്റ് ഒട്ടിച്ച് തരാൻ പറ്റുന്ന കേസാണ്. അതാണ് രോഗി മരിക്കുന്ന സ്ഥിതിയിലാക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? അതെ, ഓപ്പറേഷനിലേക്ക് പോലും നയിച്ചു എന്നല്ല, രോഗി മരിക്കുന്ന സ്ഥിതിയിലേക്ക് തന്നെ എത്തിച്ചു എന്നുള്ളത്. എന്താണ് കമ്പനിയുടെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുന്നത്? 1000 പേരുടെ തൊഴിലവസരം 1600 പേര് ജോലി ചെയ്യുന്നതിൽ 600 പേരെ ഇപ്പോൾ ഉള്ളൂ. ഇപ്പോഴത്തെ ശരാശരി ഒരു ജീവനക്കാരന്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ. അപ്പം 100 കോടി രൂപയോളം ശമ്പള ഇനത്തിൽ കുറഞ്ഞു. എന്നിട്ടും ആ കമ്പനി കോടികൾ നഷ്ടത്തിലാണ്. ശമ്പളം കൊടുക്കാൻ പോലും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മനസ്സിലാക്കണം. ആ സ്ഥാപനം തകർന്നു തരിപ്പണായിരിക്കും. ഇത്രയും ഇതിന്റെ റെക്കോർഡ് ഉത്പാദനം എന്ന് പറഞ്ഞാൽ 11,358 ടണ്ണാണ്. സെയിൽസ് 19,760 ടണ്ണ്. ഇന്നിപ്പോ അതിന്റെ പകുതിയോളം പ്രൊഡക്ഷൻ ഇപ്പോൾ എടുക്കുന്നുണ്ട്. കാരണം വർക്കിംഗ് ക്യാപിറ്റലിന്
ഉത്പാദന ചെലവ് വർദ്ധിച്ചു കൂടിയ വിലയ്ക്ക് നികുതി സാധനം മാർക്കറ്റ് ചെയ്യണ്ടേ, അതെ. ഇമ്പോർട്ടുള്ള സാധനമാണ്. ഉം. അപ്പൊ അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് എന്താണ്, ഈ ഒരു അഴിമതിയുടെ നഷ്ടം ഉണ്ടായിരിക്കുന്നു മൊത്തം.